നമസ്തേ. ബ്രഹ്മപുത്രയിൽ ചൈന വിരലനക്കിയാൽ മലാക്കോ കടലിടുക്കിൽ ചൈനീസ് കപ്പലുകളുടെ ശ്വാസം മുട്ടിക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടത് വെറും മിനിറ്റുകൾ. ഭീഷണികൾക്ക് മുന്നിൽ വാലു ചുരുട്ടിയിരുന്ന പഴയ ഭാരതമല്ല ഇത്. ശത്രുവിന്റെ ശക്തികേന്ദ്രവും ബലഹീനതയും കൃത്യമായി മനസ്സിലാക്കി അവരുടെ കണ്ണിൽ നോക്കി മുട്ടാൻ വന്നാൽ തിരിച്ചു കൊടുക്കുമെന്ന് തുറന്നടിക്കുന്ന പുതിയ ഭാരതം. പാകിസ്ഥാന്റെ ഭീകരവാദത്തിന് സിന്ധു നദിയിലെ വെള്ളം പൂട്ടി ഇന്ത്യ മറുപടി നൽകിയപ്പോൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ വന്ന ചൈനയുടെ മുഖത്തടിച്ച മറുപടി എന്തായിരുന്നു? ചൈനീസ് ഭാഷയായ മാൻഡറിൻ സംസാരിച്ച് ചൈനയെ ചർച്ചകളിൽ മുട്ടുകുത്തിച്ച ആ ഇന്ത്യൻ നയതന്ത്രജ്ഞൻ ആരാണ്? കാണുക പുതിയ ഭാരതത്തിന്റെ മാസ് നയതന്ത്ര വിജയം. ബ്രഹ്മപുത്രയിൽ തൊട്ടാൽ മലാഖയിൽ ശ്വാസം മുട്ടിക്കും. ഇതാണ് പുതിയ ഭാരതം. പാകിസ്ഥാന്റെ നിരന്തരമുള്ള അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ചുട്ട മറുപടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. സിന്ധു നദീജല കരാർ വ്യവസ്ഥകൾക്ക് വിധേയമായി തന്നെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന അധിക ജലം തടയാൻ ഇന്ത്യ ശക്തമായ നടപടികളിലേക്ക് കടന്നു. ഇതുകണ്ട് വിരളി പിടിച്ച പാകിസ്ഥാന്റെ സഖ്യകക്ഷിയായ ചൈന ഉടനെ ഭീഷണിയുമായി രംഗത്തെത്തി. ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയിലെ വെള്ളം ചൈനയിൽ വെച്ച് ബ്ലോക്ക് ചെയ്യുമെന്നായിരുന്നു അവരുടെ വെല്ലുവിളി. പണ്ടൊക്കെ ഇത്തരം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും ചൈനയുടെ ഭീഷണികൾക്കും മുന്നിൽ നമ്മൾ മൗനം പാലിക്കുമായിരുന്നെങ്കിലും ഇന്ന് ചിത്രം മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇത് പഴയ ഇന്ത്യയല്ല. തൊട്ടടുത്ത ദിവസം തന്നെ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ പ്രദീപ് കുമാർ റാവത്തിന്റെയും നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യ നൽകിയ മാസ് മറുപടി കേട്ട് ചൈന ശരിക്കും ഞെട്ടി. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെയും വ്യവസായങ്ങളുടെയും ജീവരേഖയായിട്ടുള്ള അവരുടെ 80% ക്രൂഡ് ഓയിൽ ഇറക്കുമതി കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ കപ്പൽ പാതയാണ് മലാക്ക സ്ട്രെയിറ്റ്. ബ്രഹ്മപുത്ര നദിയിൽ നിങ്ങൾ എന്തെങ്കിലും അനാവശ്യ നീക്കങ്ങൾ നടത്തിയാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഞങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഉപയോഗിച്ച് മലാക്ക കടലിടുക്കിൽ ചൈനീസ് കപ്പലുകളെ തടഞ്ഞു നിർത്താൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് കേവലം മിനിറ്റുകൾ മതി എന്ന യാഥാർത്ഥ്യം ഇന്ത്യ ചൈനയുടെ മുഖത്ത് നോക്കി ഓർമ്മിപ്പിച്ചു. ഭീഷണികൾക്ക് മുന്നിൽ വാലു ചുരുട്ടിയിരുന്ന പഴയ ഭാരതമല്ല ഇത്. ശത്രുവിന്റെ ശക്തികേന്ദ്രവും ബലഹീനതയും കൃത്യമായി മനസ്സിലാക്കി അവരുടെ കണ്ണിൽ നോക്കി മുട്ടാൻ വന്നാൽ തിരിച്ചു കൊടുക്കും എന്ന് തുറന്നടിക്കുന്ന പുതിയ ഭാരതമാണ്. ഓരോ ഭാരതീയന്റെയും സിരകളിൽ അഭിമാനം നിറയ്ക്കുന്ന ഈ നയതന്ത്ര വിജയം. സിന്ധു നദീജല കരാറും പാകിസ്ഥാന് ലഭിച്ച പൂട്ടും. പാകിസ്ഥാൻ നടത്തുന്ന അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇന്ത്യ നയതന്ത്രപരമായി തിരിച്ചടി നൽകാൻ തീരുമാനിക്കുന്നു. സിന്ധു നദീജല കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് ഒഴുകിപ്പോകുന്ന ഇന്ത്യയുടെ അവകാശപ്പെട്ട അധിക ജലം തടയാൻ ഇന്ത്യ ശക്തമായ നിർമ്മാണ പ്രവർത്തനങ്ങളും നടപടികളും ആരംഭിച്ചു. ചൈനയുടെ ഭീഷണിയും ഇന്ത്യയുടെ തന്ത്രപരമായ മലാക്ക തിരിച്ചടിയും. ഇന്ത്യയുടെ നീക്കത്തിൽ വിരളി പൂണ്ട പാകിസ്ഥാൻ എന്ത് ചെയ്തു? തങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള ചൈനയുടെ സഹായം തേടുന്നു. ഇന്ത്യയിലേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയിലെ വെള്ളം ചൈനയിൽ വെച്ച് ബ്ലോക്ക് ചെയ്യുമെന്ന ഭീഷണിയുമായിട്ട് ബീജിംഗ് അങ്ങ് രംഗത്തെത്തി. മുമ്പ് പറഞ്ഞതാണേ. ഇന്ത്യയുടെ മാസ് കൗണ്ടർ. പണ്ടത്തെ പോലെ മൗനം പാലിക്കാതെ ഇന്ത്യ തങ്ങളുടെ ഏറ്റവും ശക്തമായ ജിയോ പൊളിറ്റിക്കൽ ആയുധം പുറത്തെടുത്തു. മലാക്ക സ്ട്രെയിറ്റ്. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെയും വ്യവസായങ്ങളുടെയും ജീവരേഖയാണ് ഈ കടലിടുക്ക്. ചൈനയുടെ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ 80% കടന്നു പോകുന്നത് ഇതിലൂടെയാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ സ്ഥാനം ഉപയോഗിച്ച് മലാക്കയിൽ ചൈനീസ് കപ്പലുകളെ തടയാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് മിനിറ്റുകൾ മതി എന്ന യാഥാർത്ഥ്യം ഇന്ത്യ ചൈനയെ അങ്ങ് ബോധ്യപ്പെടുത്തി. ഇതോടെ ചൈനീസ് ഭീഷണിയുടെ മൂർച്ച കുറഞ്ഞു. ഭൂമിശാസ്ത്രപരമായി ലോകത്തിലെ ഏറ്റവും നിർണായകമായ കടൽപാതകളിൽ ഒന്നാണ് ഈ മലാക്ക സ്ട്രെയിറ്റ്. മലായ് ഉപദ്വീപിനും ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയ്ക്കും ഇടയിലുള്ള ഇടുങ്ങിയ ഈ ജലാശയം ഇന്ത്യൻ മഹാസമുദ്രത്തെ പസഫിക് സമുദ്രവുമായി സൗത്ത് ചൈന കടൽ വഴി ബന്ധിപ്പിക്കുന്നു. ചൈനയുടെ ജീവരേഖ. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെയും വ്യവസായങ്ങളുടെയും നിലനിൽപ്പ് മലാക്ക കടലിടുക്കിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ചൈന മിഡിൽ ഈസ്റ്റിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ 80% കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. ചൈനയിൽ നിന്നുള്ള ഭൂരിഭാഗം കയറ്റുമതികളും യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും പോകുന്നതും ഇതിലൂടെയാണ്. പ്രതിവർഷം 1 ലക്ഷത്തോളം ചരക്കു കപ്പലുകളാണ് ഈ വഴി കടന്നു പോകുന്നത്. ചൈനീസ് ഭരണകൂടത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒന്നാണ് മലാക്ക ദിലമ. ഈ കടലിടുക്ക് വളരെ ഇടുങ്ങിയതാണ്. ചില ഭാഗങ്ങളിൽ വീതി വെറും 2.8 കിലോമീറ്റർ മാത്രമാണ് എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ശത്രു രാജ്യങ്ങൾക്ക് ഈ പാത വളരെ എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഈ വഴി അടച്ചാൽ ചൈനയിലേക്കുള്ള ഇന്ധന വരവ് നിൽക്കുകയും ഏതാനും ആഴ്ചകൾക്കകം അവരുടെ രാജ്യം നിശ്ചലമാവുകയും ചെയ്യും. മലാക്ക കടലിടുക്കിന്റെ പടിഞ്ഞാറൻ പ്രവേശ കവാടത്തിന് തൊട്ടടുത്താണ് ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യയുടെ ശക്തമായ ത്രിതല സൈനിക കമാൻഡ് നിലവിലുണ്ട്. ചൈന അതിർത്തിയിലോ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള അനാവശ്യ നീക്കങ്ങൾ നടത്തിയാൽ മലാക്ക കടലിടുക്കിലേക്കുള്ള കപ്പൽ പാത നിമിഷങ്ങൾക്കകം ഉപരോധിക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് സാധിക്കും. ചൈന ഇന്ത്യയെ കരമാർഗമോ ബ്രഹ്മപുത്ര നദിയിലെ വെള്ളം തടയുമെന്ന ഭീഷണി പോലുള്ളവ അതിർത്തി വഴിയോ വെല്ലുവിളിച്ചാൽ
ഇന്ത്യ തിരിച്ചു പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ നയതന്ത്ര ആയുധമാണ് മലാക്ക ഉപരോധം. ചൈനയുടെ ഏറ്റവും വലിയ ബലഹീനത സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അവിടെ കാവൽ നിൽക്കുന്നത് ഇന്ത്യൻ നാവികസേനയുമാണ്. അതുകൊണ്ടാണ് മലാക്ക സ്ട്രെയിറ്റിൽ ഭാരതത്തിനുള്ള ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ ഏത് അന്താരാഷ്ട്ര തർക്കങ്ങളിലും ഇന്ത്യക്ക് വൻ ശക്തി നൽകുന്നത്. ഈ നയതന്ത്ര യുദ്ധത്തിന് പിന്നിലെ ബുദ്ധിരാക്ഷസൻ അതാരാണെന്ന് നമുക്ക് നോക്കാം. പ്രദീപ് കുമാർ റാവത്ത്. ഇന്ത്യയുടെ ഈ ശക്തമായ നിലപാടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ചൈനീസ് കാര്യങ്ങളിൽ അതീവ വിദഗ്ധനായ IFS ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ റാവത്തിന്റെ പങ്കും അദ്ദേഹത്തിന്റെ കരിയറും വിശദീകരിക്കാം. അപൂർവ പ്രതിഭ. 1990 ബാച്ചിലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനായ പ്രദീപ് കുമാർ റാവത്ത് ചൈനീസ് ഔദ്യോഗിക ഭാഷയെ മാൻഡറിൻ ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയുന്ന ചുരുക്കം ചില ഇന്ത്യൻ നയതന്ത്രജ്ഞരിൽ ഒരാളാണ്. ചൈനീസ് മണ്ണിലെ പരിചയസമ്പത്ത്. 1992-97 കാലഘട്ടത്തിൽ ഹോങ്കോങ്ങിലും ബീജിംഗിലും സേവനമനുഷ്ഠിച്ചു. പിന്നീട് 2003 ബീജിംഗിൽ കൗൺസിലറായും 2007 ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനായും ചൈനയിൽ നേരിട്ട് പ്രവർത്തിച്ചു. ഡോക്ലാം പ്രതിസന്ധിയിലെ ഹീറോ. 2014 മുതൽ 2017 വരെ ദില്ലിയിലെ വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് കിഴക്കൻ ഏഷ്യ വിഭാഗത്തിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. 2017 പ്രശസ്തമായ ഡോക്ലാം അതിർത്തി തർക്കത്തിൽ ചൈനയുമായി നയതന്ത്ര ചർച്ചകൾ നടത്തി ഇന്ത്യക്ക് അനുകൂലമായ കാര്യങ്ങൾ നീക്കിയ സംഘത്തിൽ റാവത്ത് പ്രധാനിയായിരുന്നു. ആഗോളതലത്തിലെ പദവികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്തോനേഷ്യ, തിമോർ ലെസ്റ്റെ, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അംബാസിഡറായി മികച്ച സേവനം അനുഷ്ഠിച്ച ശേഷം ഇന്ത്യയുടെ ചൈനയിലെ അംബാസഡറായും അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ഭീഷണികൾക്ക് മുന്നിൽ മൗനം പാലിച്ചിരുന്ന അതിർത്തികളിൽ ശത്രുക്കൾ പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ ചർച്ചാമേശകളിൽ മാത്രം പരിഹാരം തിരഞ്ഞിരുന്ന ഒരു പഴയ കാലമുണ്ടായിരുന്നു ഭാരതത്തിന്. തോളിൽ കൈയിട്ട് ഇന്ത്യ ചീന ഭായ് ഭായ് എന്ന് വിളിച്ച് പിന്നിലൂടെ വന്ന് ഭൂമി കൈയേറിയ ചൈനീസ് തന്ത്രങ്ങൾക്ക് മുന്നിൽ അന്ന് നമ്മൾ പലപ്പോഴും നിസ്സഹായരായി നിന്നു. പക്ഷേ ചൈന ഒന്ന് മനസ്സിലാക്കുക, ഇന്ന് ദില്ലിയുടെ സിംഹാസനത്തിലിരുന്ന് ഇന്ത്യ ഭരിക്കുന്നത് പഴയ ഭരണാധികാരികളല്ല, ഇത് പുതിയ ഭാരതമാണ്. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത മറുപടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചതോടെയാണ് കഥ മാറുന്നത്. സിന്ധു നദീജല കരാറിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഇന്ത്യയുടെ അവകാശപ്പെട്ട അധിക ജലം തടയാൻ രാജ്യം ശക്തമായ നടപടികളിലേക്ക് കടന്നു. ഇത് കണ്ട് വിറളി പിടിച്ച് പാകിസ്ഥാൻ തങ്ങളുടെ രക്ഷകനായ ചൈനയുടെ കാൽക്കൽ വീണു. ഉടൻ വന്ന് ചൈനയുടെ ഭീഷണി, ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയിലെ വെള്ളം ചൈനയിൽ വെച്ച് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുമെന്ന്. പണ്ടായിരുന്നെങ്കിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നമ്മൾ ഒരുപക്ഷെ പിൻവാങ്ങിയേനെ. എന്നാൽ ഇവിടെയാണ് ചൈനയ്ക്ക് തെറ്റിപ്പോയത്. തൊട്ടടുത്ത ദിവസം തന്നെ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ പ്രദീപ് കുമാർ റാവത്തിന്റെ നേതൃത്വത്തിൽ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ചേർന്ന് ചൈനയുടെ മുഖത്തടിച്ചൊരു മറുപടി നൽകിയത്. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ വ്യവസായങ്ങളുടെയും ജീവരേഖയായിട്ടുള്ള അവരുടെ 80% ക്രൂഡ് ഓയിൽ ഇറക്കുമതി കടന്നുപോകുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള കപ്പൽ പാത മലാക്കോ സ്ട്രെയിറ്റ് അതങ്ങ് അടച്ചുപൂട്ടുന്നു. ഇന്ത്യ ചൈനയുടെ കണ്ണിൽ നോക്കി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ബ്രഹ്മപുത്ര നദിയിൽ നിങ്ങൾ എന്തെങ്കിലും അശാസ്ത്രീയ നീക്കങ്ങൾ നടത്തിയാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഞങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ ഉപയോഗിച്ച് മലാക്കോ കടലിടുക്കിൽ ചൈനീസ് കപ്പലുകളെ തടഞ്ഞു നിർത്താൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് കേവലം മിനിറ്റുകൾ മതിയെന്ന്. ഇത് ആദ്യമേ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയാണ്. കാരണം നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു പ്രകടനം അല്ലെങ്കിൽ ഇതുപോലുള്ള ചൈനയ്ക്ക് മുന്നിലൊന്നും മുട്ടുകുത്താത്ത ആ ഒരു നിലപാട്, അതാണ് ഒന്നുകൂടെ ഞാൻ ഈ പറയുന്നത്. ചൈനീസ് ഭരണകൂടത്തിന്റെ ഭാഷയെ മാൻഡറിൻ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഡോക്ലാം പ്രതിസന്ധിയിൽ ചൈനയെ ചർച്ചകളിൽ മുട്ടുകുത്തിച്ച നയതന്ത്രജ്ഞൻ പ്രദീപ് കുമാർ റാവത്താണ് ഈ മുന്നറിയിപ്പ് നൽകിയത്. ഈ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ബീജിംഗിന് കാര്യം മനസ്സിലായി. ശത്രുവിന്റെ ശക്തി കേന്ദ്രവും ബലഹീനതയും കൃത്യമായി മനസ്സിലാക്കി മുട്ടാൻ വന്നാൽ തിരിച്ചു കൊടുക്കും എന്ന് തുറന്നടിക്കുന്ന പുതിയ ഭാരതമാണ് ഇതെന്ന്. രാഷ്ട്രവിരുദ്ധ ശക്തികളെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്തുക എന്ന ഉത്തരവാദിത്വം മോദി സർക്കാർ ഏറ്റെടുത്തതോടെ ഭാരതം നിലത്തെഴുത്ത് മാത്രം കൈവശമാക്കിയ രാജ്യമല്ലെന്ന് ലോകത്തിന് മനസ്സിലായി. ഇന്ന് അമേരിക്കയും ചൈനയും വരെ ഭാരതത്തിന്റെ ഈ ഭരണ മികവിന് മുന്നിൽ എന്തു മറുപടി നൽകണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഇന്ന് ഭാരതത്തിന്റെ നയതന്ത്ര മികവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ നിലപാടുകളെയും ബഹുമാനത്തോടെയും ഗൗരവത്തോടെയും നോക്കിക്കാണുന്നു. കട്ടത്തടിക്ക് മുട്ടത്തടി തന്നെ നൽകി നയതന്ത്രത്തിന്റെ പുതിയ ചരിത്രം എഴുതുകയാണ് പുതിയ ഭാരതം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.